ബിസിനസ്സൊക്കെ തകർന്നു. ചിലവിന് പൈസയൊന്നും ഇല്ലാതെ ഞാൻ 2016 വലിയ പ്രതിസന്ധി കൂടെ പോവാണ്. എൻ്റെ ഒരു സുഹൃത്ത് എന്നെ കൂടെ വിളിക്കും പൈസ ചോദിക്കാനാണ്. അപ്പം എനിക്ക് പൈസ ചോദിക്കുന്നവരോട് ഇല്ല എന്ന് പറയാനൊരു വല്ലാത്ത മടിയുള്ള ആളായിരുന്നു. അപ്പം ഇവൻ വിളിക്കുമ്പോഴൊക്കെ എനിക്ക് വല്ലാത്ത പ്രയാസമാണ്. എൻ്റെ പ്രയാസം പൈസ ഇല്ലാത്തത് 1, 2 അത് പറയാൻ അറിഞ്ഞൂടാ, 3 ഇവൻ എൻ്റെ പ്രയാസം അറിയാലോ. എന്നിട്ടും എന്നോട് പൈസ ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ചോദ്യമല്ലേ. ഞാൻ ഒറ്റയ്ക്ക് ഇത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങി, ഇവൻ എന്തിനാ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്. ഒരു ദിവസം എന്നെ വിളിച്ചപ്പോൾ ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഓക്കേടാ, വേറെ ഒന്നും പറഞ്ഞില്ല, തിരിച്ച് കട്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ ബെഡിലിരുന്ന് ആലോചിക്കണം. ഈ എന്നെ മൊത്തത്തിൽ അറിയുന്ന ഒരുത്തൻ, എൻ്റെ എല്ലാ സാമ്പത്തിക പ്രതിസന്ധിയും അറിയാം, എന്നാലും എന്നോട് ഇത് വീണ്ടും ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എന്തായാലും നമ്മൾ പൈസ കടം മേടിക്കാനിരിക്കാം. ഞാൻ പറഞ്ഞൊരു 500 ദിർഹംസ് കൂടുതൽ മേടിക്കും, ഇന്ന ആൾക്കും കൂടെ കൊടുക്കാണ്ട്. ആളിങ്ങനെ ചോദിക്കുന്നുണ്ട്, അതൊന്നും പ്രശ്നത്തിലാണ്. ഞാനപ്പോൾ ഭാര്യയോട് പറഞ്ഞപ്പോൾ അപ്പോഴാണ് ഞാൻ അതിന് ചിന്തിക്കുന്നത്, ഞാൻ ഇത്രയും പ്രശ്നത്തിലാണെന്ന് അറിഞ്ഞിട്ടും അവൻ എന്നോട് ചോദിക്കണമെങ്കിൽ അവൻ എന്നെ എങ്ങനെയായിരിക്കും പരിഗണിച്ചിട്ടുണ്ടാവുക. അതായത് ഞാൻ എന്ത് ചിന്തിക്കുമെന്നൊന്നും അവൻ ചിന്തിക്കുന്നുണ്ടാവില്ല. എൻ്റെ ഇല്ലയെന്നും അവനറിയാം. ഒരുപക്ഷെ ഞാനില്ല എന്ന് പറയുമ്പോൾ അവനൊരു ആശ്വാസം കിട്ടുന്നുണ്ടാവും, എന്നോട് ചോദിക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടുന്നുണ്ടാവും. തിരിച്ചൊന്നും വേണ്ടായിരിക്കും അവന് പൈസ അല്ല ആവശ്യം, അവനത് പറയാനൊരാൾ വേണം. ഞാൻ 500 ദിർഹംസ് സംഘടിപ്പിച്ച് അവന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അവനോട് പറഞ്ഞ് ഞാൻ പൈസ കിട്ടി. ചില സമയത്ത് നിന്നോട് ഇതൊക്കെ പറയുമ്പോഴേ എനിക്ക് എന്തോ ഒരു ആശ്വാസമാണ്. ഞാൻ ചിന്തിച്ചത് അവൻ എന്നോട് പറയാം, ആശ്വാസമാണ്. ആ ആശ്വാസമാണ് എനിക്ക് തോന്നുന്നു സൗഹൃദം എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലുള്ളത് പ്രതീക്ഷിച്ചിട്ടുള്ള ബന്ധങ്ങളോ അല്ലെങ്കിൽ നമ്മൾ എത്ര കൊടുക്കുന്നതിൻ്റെ അളവ്, ഇതൊന്നും അല്ല സൗഹൃദത്തിൻ്റെ ആഴം. വാദികളില്ലാതെ അൺകണ്ടീഷനായിട്ടുള്ള ഇങ്ങനെയുള്ള ഒരുപാട് മനുഷ്യർ, ഒരുപക്ഷെ അവർ നല്ല വെള്ള കുപ്പായിട്ടൊന്നും വരില്ല, അല്ലെങ്കിൽ അവരുടെ താടിയോ തൊപ്പിയോ ചന്ദനക്കുറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നല്ല വലിയ കാറോ ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ ഇങ്ങനെ കുറേ മനുഷ്യരും കൂടി ഉള്ള സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത്.